റീസെൻ്റായിട്ട് വന്ന അജിത് കുമാറിൻ്റെ ഗുഡ് ബാഡ് ആൻഡ് എഗ്ലി എന്ന് പറഞ്ഞ സിനിമയുടെ ടീസറാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അജിത്തിൻ്റെ ലുക്കും പിന്നെ അജിത്തിൻ്റെ ഹിറ്റ് പടങ്ങളായിട്ടുള്ള ദീന, ബില്ല ഈ സിനിമയുടെ റെഫറൻസ് എല്ലാം ചേർത്ത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ടീസറിൽ കൂടെ തന്നിരിക്കുന്നത്. പിന്നെ അജിത്തിൻ്റെ ഓൾഡ് ലുക്കായാലും ബില്ല റെഫറൻസ് ആയാലും എല്ലാം തന്നെ ഗംഭീരമായിട്ടുണ്ട്. അജിത്തിൻ്റെ അവസാനം വന്ന പടങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സിനിമയിൽ ഒട്ടും എനിക്ക് പ്രതീക്ഷയിലായിരുന്നായിരുന്നു. പോസ്റ്ററൊന്നും കണ്ടപ്പോൾ എനിക്ക് അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ ആയതുകൊണ്ട് തന്നെ മാർക്കാനിയുടെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയാണ് ടീസർ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലായത്. കുറേ പേര് പറയുന്നുണ്ട് ഇത് ഗാങ്സ്റ്റർ ഓഫ് ദി കോപ്ഡേൾ എന്ന് പറയുന്ന നമ്മുടെ ഡോളിൽ അഭിനയിച്ച കൊറിയൻ പടത്തിൻ്റെ റീമേക്കാണ്. ഒരിക്കലും അതാവത്തില്ല. കാരണം ഇതിൻ്റെ ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് മാത്രമേ കാണത്തുള്ളൂ, ഇൻസ്പയർ ആയിട്ടുള്ള കുറച്ച് സീൻസ് മാത്രം. അത് എന്തായാലും ടീസർ കൂടെ കാണാൻ പറ്റി. ആ ജയിലിലെ സീക്വൻസും കുറച്ച് വൈഡ് ആംഗിൾ ഷോട്ട്സും എല്ലാം കൊണ്ട് ഒരു ഡോൺലി ടച്ച് തന്നെയാണ് ഈ ടീസറിനകത്തുള്ളത്. റീസെൻ്റായിട്ട് വന്ന അജിത്തിൻ്റെ എല്ലാ പടം ഫ്ലോപ്പായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേരളത്തിൽ ഇത്ര ഹൈപ്പിൽ വരാൻ പോകുന്ന ഒരു അജിത്തിൻ്റെ പടം വരാൻ പോകുന്നത്. അതും കേരളത്തിൽ ഏറ്റവും വലിയ സ്റ്റാറായ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ ബിഗ് ബഡ്ജറ്റ് പടത്തിൻ്റെ കൂടെയാണ് ഈ സിനിമ ക്ലാഷ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആണ് എല്ലാ സിനി ഫൈൽസ്. പിന്നെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴത്തേക്കും കാണുന്ന റൂമേഴ്സാണ് ഇത് മാർക്ക് ആൻ്റണി യൂണിവേഴ്സ് വരാൻ പോകുന്ന പടമാണെന്ന്. ശരിക്കും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ശരിക്കും ആ ഒരു തീം അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബട്ടർഫ്ലൈ എഫക്റ്റും ടൈം ട്രാവലും ആണെങ്കിൽ ഈ സിനിമ വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ആവാൻ സാധ്യത. ടീസർ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് 100% പ്രതീക്ഷ തന്നെയാണ്. ഇതിൻ്റെ ഷോർട്സും കളർ ഗ്രേഡിങ്ങും പിന്നെ കാർ ചേസിങ്ങും കുറേ നാൾ ഉറങ്ങി കിടന്ന അജിത് ഫാൻസിന് ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും. ഗുഡ് ബാഡ് ആൻഡ് എഗ്ലിയുടെ ടീസർ കാണാൻ തന്നെ മനസ്സിലാവും. ഡയറക്ടർ ഒരു കട്ട് അജിത് ഫാനാണ്. അതുകൊണ്ട് അജിത് ആരാധകർക്ക് ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും ഈ മൂവി. ടീസറിൻ്റെ കളർ ഗ്രേഡിങ്, എഡിറ്റിങ്ങും കോമിക് ബുക്ക് വായിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ടീസർ കാണുമ്പോൾ തരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അജിത്തിൻ്റെ ലുക്ക്, സ്വാഗ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. റീസെൻ്റായിട്ട് വന്ന അജിത്തിൻ്റെ പടങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ഭേദം ഈ സിനിമയുടെ ലുക്കാണ്. കാരണം മുമ്പത്തെ പടങ്ങളിലെ ലുക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒട്ടും വയ്യ. കുറച്ച് ഓൾഡ് ആയിട്ടുള്ള അജിത്തിനാണ് എല്ലാ സിനിമയിലും കണ്ടത്. പക്ഷെ അതായത് ഒരു ക്യാരക്ടറിന് വേണ്ടിയാണെങ്കിലും ആ ക്യാരക്ടേഴ്സിന് ഒട്ടും ഇമ്പാക്ട് ചെയ്തതാണ് ആ സിനിമകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. തുനിവിലെ ക്യാരക്ടർ മാത്രമാണ് കുറച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരുന്നത്. പക്ഷേ പടത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പക്ഷെ പടം മോശമായിരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ലുക്ക് എങ്ങനെയായിട്ടും ഇനി കാര്യമില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോ പറയാനുള്ളത്. കുറേ നാൾക്ക് ശേഷമാണ് അജിത്തിൻ്റെ ഒരു പടത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. മങ്കാത്തയ്ക്ക് ശേഷം നല്ലൊരു പടം അജിത്തിൻ്റെ നിന്ന് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് അജിത്തിൻ്റെ പടങ്ങൾ ഇറങ്ങുന്നതിലും ഏറ്റവും ഹൈപ്പ് കൂടിയൊരു പടം തന്നെയാണ് ഗുഡ് ബാഡ് ആൻഡ് എഗ്ലി.